ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 2 ചേരുവ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ഈ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു കറിയൊന്നും ചേർക്കാതെ, കറിയൊന്നും നമ്മൾ കൂട്ടാതെ നമുക്ക് ഒരു ചായക്കൊപ്പം പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്താ പറയുക, നല്ല പച്ച തേങ്ങയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഈ എള്ളും ഒക്കെ നമ്മുടെ ഈ മാവിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് പച്ച തേങ്ങയാകുമ്പോൾ തന്നെ ഇങ്ങനെ ഞെരടുന്ന സമയത്ത് അതിൽ നിന്നുള്ള പാല് കൂടെ നമ്മുടെ ഈ ഗോതമ്പ് മാവിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം എടുക്കുമ്പോൾ ഒരു ചൂടുള്ള വെള്ളം എടുക്കുക. നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ രീതിയിലുള്ള വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ ഈ മാവ് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇതിന് നമ്മൾ വാരിച്ചുട്ടപ്പം എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലത്ത് പല രീതിയിൽ പറയും. ചിലർ അടയെന്ന് പറയും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവം, നമുക്കിത് കൈകൊണ്ട് വാരിച്ചുടാൻ പറ്റിയ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് നെയ്യൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യൊന്നും വേണ്ടാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കുറച്ച് വീതം എടുത്തിട്ട് നമുക്കിതിലേക്ക് വാരിച്ചുട്ടെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. ഇങ്ങനെ പരത്തുന്ന സമയത്ത് കൈ കൊള്ളാതെ നോക്കിക്കോളും കേട്ടോ. ഇപ്പം നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ തേച്ച് കൊടുക്കാം. ഈ ഒരു റെസിപ്പി നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ തന്നെ വാഴയിലയിൽ പരത്തിയിട്ടും ഇതേപോലെ ദോശക്കല്ലിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടിത് മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒരു ചായക്കടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊരു സുഖമില്ലായ്കയുണ്ട്, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇത് ചൂട് ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണ്. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ അപ്പങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഒക്കെ അധികവും കുറവാണ്. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു വയ്യായ്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, സമയമില്ലാത്ത സമയം ഉണ്ടാകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാരിച്ചുട്ട അപ്പം ഇവിടെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ചായക്ക് നമുക്ക് കടിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, 4 മണിക്ക് ചായക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് ചായയുടെ ഒപ്പം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.